അപ്പോൾ ഞങ്ങളുടെ ഡേ 1 ആണ് ഇന്ന് ഡൽഹിയിലെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഡൽഹി സൈറ്റ് സീയിങ് തന്നെ. നാളെയാണ് ആഗ്രട്ട് പോകുന്നത്. അപ്പം ശരി. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ എത്തിയായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി ജസ്റ്റ് ഇന്ത്യ ഗേറ്റ് കാണാനായിട്ട് പോയായിരുന്നു, നൈറ്റ് വ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്വിഫ്റ്റ് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇതിലേക്കായിട്ട് എടുത്തിട്ട് അത് ബുക്ക് ചെയ്തിട്ട് ഡൽഹി മൊത്തം കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവർ പറഞ്ഞത് റെഡ് ഫോർട്ടിൽ പോകാമെന്നാണേ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ റെഡ് ഫോർട്ട് രാത്രി പോയി ജസ്റ്റ് അകത്തൊന്നും കയറിയില്ല, ഫോട്ടോ എടുത്തു പോന്നു, അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം ആദ്യം തന്നെ ഞങ്ങൾ റെഡ് ഫോർട്ടിലോട്ടാണ് പോയത്. അപ്പോൾ റെഡ് ഫോർട്ടിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണേ. അല്ല ടിക്കറ്റ് എടുത്ത് ആണ് നമ്മൾ കയറുന്നത്. അത്യാവശ്യം നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ റിക്ഷ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആദ്യമേ പോയി കാണാനുള്ള എൻട്രി ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം ഇപ്പുറത്തെ കൗണ്ടറിൽ വന്ന് റിക്ഷയ്ക്ക് ടിക്കറ്റ് എടുക്കണം. എന്നിട്ടൊക്കെയാണ് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ലേഡീസിൽ ക്യൂ കുറവായിരുന്നതുകൊണ്ട് ഞാനും ശിവയും കൂടെയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് കയറിയത്. ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു റേറ്റ്, ഫോറിനേഴ്സിനും റേറ്റ്, അങ്ങനെ പല റേറ്റാണ് ടിക്കറ്റിനൊക്കെ കാര്യങ്ങൾ. അവർക്ക് ഒരുപാട് കൂടുതലായിട്ടാണ്. നമുക്ക് 50 രൂപയാണെങ്കിൽ അവർക്കൊരു 600 രൂപ 700 രൂപ അങ്ങനെയുള്ള റേറ്റാണ്. ഇത് റിക്ഷ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 80 രൂപ, ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പം ഞാനും ശിവയും കൂടെ വെയിറ്റ് ചെയ്യണം. അവർ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഓട്ടോയിൽ കയറി അകത്തോട്ട് പോകണം. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ഏരിയയാണ് കേട്ടോ, കുറേ ഏരിയയാണ്. പിന്നെ റെഡ് ഫോർട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും ഇപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആ ഫ്ലാഗ് കണ്ടു അവിടെ, ആ സെൻറ്ററിൽ കാണുന്നത് ഫ്ലാഗ്, അത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഉയർത്തുന്നത് ശരിക്കും റെഡ് ഫോർട്ടിലാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുവാണെങ്കിൽ ഇത് 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ എന്ന് പറയുന്നൊരു മുഗൾ ചക്രവർത്തി പണിതതാണ്. അതായത് മുഗൾ ചക്രവർത്തി കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണിതതാണ്. അവരിവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ മുഗൾ എംപറേഴ്സൊക്കെ ഇവിടെ താമസിച്ചത്. ഔറംഗസീബ്, നമ്മൾ ഹിസ്റ്ററിയിൽ കേട്ടുള്ള ഔറംഗസീബിന് എന്തുവാ, മുഹമ്മദ് ഷാ, ബഹദൂർ ഷാ, അങ്ങനെയൊക്കെ കുറേ മുഗൾ ചക്രവർത്തിമാർ അവർക്ക് താമസിക്കാനുള്ള ശരിക്കും അവരുടെ വീടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ഇത് കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ എല്ലാത്തിനും ഇവിടെ ശരിക്കും എല്ലാത്തിനും ഓരോ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. ഡൽഹിയിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ കേന്ദ്രമാണല്ലോ. നമ്മൾ ഹിസ്റ്ററിക്ക് പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഇത് പഠിച്ച ഓർമ്മ മാത്രമേ ഇങ്ങനെ കുറേ കേട്ടിട്ടെന്നുള്ളതല്ലാതെ നമ്മളിതൊന്നും ജസ്റ്റ് പുസ്തകത്തിൻ്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ ആദ്യമായിട്ട് നേരിൽ കാണാനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടായി. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പം ഷോപ്പിംഗ് ഒക്കെ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാഗ്, പിന്നെ ഒരു നമ്മുടെ ഒരു ഈ പീരങ്കിയുടെ ഒരു സംഭവം, പിന്നെ ഇന്ത്യ ഗേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ മാർബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ നമ്മുടെ അശോക സ്തംഭം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ റെഡ് ഫോർട്ട് അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ ഞങ്ങൾക്ക് വണ്ടിക്കാർ സമയം പറഞ്ഞത്. കാരണം അത്യാവശ്യം നടന്ന് കാണാനും മാത്രമുള്ള സ്ഥലമുണ്ട് റെഡ് ഫോർട്ട്. അപ്പോൾ അങ്ങനെ റെഡ് ഫോർട്ട് അകത്ത് കയറി കണ്ടു. അതേ ഇവിടെ ഈ ഒരു പെൻ സ്റ്റാൻഡ് ഞങ്ങൾ മേടിച്ചായിരുന്നു, റെഡ് ഫോർട്ട് എന്ന് എഴുതിയ. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. അത്യാവശ്യം ഷോപ്പിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഞങ്ങളിനി അടുത്തത് രാജ്ഘട്ടിലോട്ട് പോവാണേ. അപ്പോൾ നമ്മൾ വീണ്ടും ടിക്കറ്റ് കാണിച്ച് തിരിച്ച് റിക്ഷയിൽ കൊണ്ട് നമ്മൾ കാറ് കിടന്നിടത്ത് നമ്മൾ ഇറക്കിത്തരും. അപ്പോൾ ഇനി അടുത്തത് ഡ്രൈവർ പറഞ്ഞത് രാജ്ഘട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഭയങ്കര ചൂടല്ലേ, ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും നമ്മൾ പുറത്തുനിന്ന് വെള്ളം കൂടിയാണ്. അപ്പം ഇനി രാജ്ഘട്ടാണ് പോകുന്നത്. നമുക്കിനി രാജ്ഘട്ടിലേക്ക് പോയിട്ട് അവിടെ കാണാം. ഇവിടെ രാജ്ഘട്ടിലെത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടാണ്. നമുക്കൊന്ന് പോയി നോക്കാം, കണ്ടു നോക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്ത് തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഉണ്ട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അത് കണ്ടില്ല. അപ്പൊ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഇന്ത്യ
രാജ്ഘട്ടിലെത്തി. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമുക്ക് മഹാത്മാഗാന്ധിനെയൊക്കെ ഓർത്ത് എന്തോ ഒരു നമുക്കൊരു വല്ലാത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ രാജ്ഘട്ടിൽ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി തന്നെ ബോർഡ് കണ്ടു, റൈറ്റിലോട്ട് കിസാൻ ഘട്ട്. അങ്ങനെ ഓരോരോ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെയും പിന്നെ സമാധി സ്ഥലം ഉണ്ട് അവിടെ. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേനും രാജ്ഘട്ട് കണ്ടു, കിസാൻ ഘട്ട് കണ്ടു. അതിൻ്റെ അപ്പുറത്ത് തന്നെ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയുണ്ട്. ഇതാണ് വീർഭൂമി കേട്ടോ, വീർഭൂമി. അവിടെയും പോയി. അതവിടുന്ന് കുറച്ച് നടക്കണം. ശക്തിസ്ഥലും ശാന്തിവനും എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വീർഭൂമി മാത്രമേ കണ്ടുള്ളൂ. ഇനി ശക്തി പക്ഷേ ഇതിനകത്ത് തന്നെയാണെന്നുണ്ടെങ്കിലാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ എനിക്ക് മനസ്സിലാന്നിട്ടാണോ എന്നറിയില്ല. എന്തായാലും കണ്ടതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇന്ത്യ ഗേറ്റിലെത്തി. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അത് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്രയോ 70,000 അങ്ങനെ എന്തോ സോൾജിയേഴ്സ് മരിച്ചു വീണ സ്ഥലമാണല്ലേ. അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് പണിതിരിക്കുന്ന ഒരു സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. അതിൽ അവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് കണ്ടു. പിന്നെ ഞങ്ങൾ ഈ പാർലമെൻറ്റ് മന്ദിരം, രാഷ്ട്രപതി ഭവൻ, ആ ഏരിയയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. വണ്ടി നിർത്താനുള്ള എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞതുകൊണ്ട് അവിടെ ജസ്റ്റ് ഇറങ്ങിയില്ല. അത് ജസ്റ്റ് ഇങ്ങനെ അതിൽ നിന്ന് പുറമേ നിന്ന് കാണുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് അകത്തോട്ടൊന്നും നമ്മൾ കയറില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇനി അടുത്ത പ്ലേസ് അവർ പറഞ്ഞിരിക്കുന്നത് കുത്തബ് മിനാറാന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. പിന്നെ പോകുന്ന വഴി ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചിരും കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭവനുണ്ട്. പിന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാത്തിൻ്റെയും ഈ ഭവൻ എന്ന് പറയുന്ന സംഭവം ഡൽഹിയിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്താട്ടോ വന്നിരിക്കണേ. നമ്മുടെ ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീട്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്, അതിപ്പോൾ മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണേ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കണേ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് മിസ്സായൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ശരിക്കും ഇന്ദിരാഗാന്ധി മ്യൂസിയം അതിനെ പറ്റി ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാൻ കേട്ടോ. കാരണം ഈ വീഡിയോയിൽ ലോങ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ആവാൻ പറ്റില്ല. ഭയങ്കര ലാഗ് ചെയ്ത് പോകും വീഡിയോ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഫോട്ടോസ് ആണെങ്കിലും കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് കണ്ട കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ അതിശയത്തോടെ നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്യുവാണ് അവിടെ ചെല്ലുമ്പോൾ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നത് കാണാനായിട്ട്. അതായത് അവർ ഇതൊക്കെ കോമൺ അവർ യൂസ് ചെയ്തിരുന്നതിൻ്റെ ഫോട്ടോസ്, അവർ മരിച്ച അച്ഛനും ജവഹർലാൽ നെഹ്റുവായിട്ട് അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ചെയ്ത കാര്യങ്ങൾ, അവരെപ്പറ്റി വന്ന ന്യൂസ്, അവരുടെ ഡ്രസ്സ്, പിന്നെന്താ പറയുക. പിന്നെ ഇത് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റഡി റൂമാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന ബുക്ക് കളക്ഷൻ കണ്ടോ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ അല്ലെ അവരുടെ അറിവിനോ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ലാതുകൊണ്ട് ഏറ്റവും വലിയ തെളിവാണ് അവരുടെ വായനാശീലം എന്ന് പറയുന്നത്. ബുക്ക് കളക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമാണിത്. അവരുടെ സ്റ്റഡി റൂമായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ഫോട്ടോസ്, കൊച്ചിലെത്തതും പല പല ഫോട്ടോസ്, ഹസ്ബൻഡുമായിട്ട് നിൽക്കണത്, മക്കൾ, പിന്നെ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി. പിന്നെ സഞ്ജയ് ഗാന്ധി പൈലറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ സഞ്ജയ് ഗാന്ധി ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചപ്പോൾ ഇവർ അമ്മയും രാജീവ് ഗാന്ധിയും കൂടെ നിന്ന് കരയുന്ന ഫോട്ടോസ്, അവരുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ്, നമുക്കൊരു ഭയങ്കര ലൈവായിട്ട് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കണ്ട സെയിം ഇതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മ്യൂസിയം. അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. അത് ശരിക്കും നേരിട്ട് നിന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ പൈലറ്റായിട്ട് നിൽക്കുന്ന മറ്റേ സഞ്ജയ് ഗാന്ധി ആ ഫോട്ടോ, അത് ഇന്ദിരാഗാന്ധിയുടെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ റൂമിനകത്ത് രാജീവ് ഗാന്ധിയുടേതും ഈ രണ്ട് മക്കളുടെയും എല്ലാ മെമ്മറീസും വെച്ചിട്ടുണ്ട്. അവരുടെ ഡ്രസ്സുകൾ, അവർ മരിക്കുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയത്. വീട് മ്യൂസിയം ആക്കിയതുകൊണ്ട് എന്തായാലും നമുക്കൊക്കെ ഇത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതായത് രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സാണ്, ഷൂവും സോക്സും ഡ്രസ്സും. ഇത് ആ വീടിൻ്റെ ലിവിങ് റൂമാണ്. ഒരുപാട് സ്ഥലത്തിന് നടുക്കാണ് ഇത് നിൽക്കുന്നത്.
ഇത് ഡൈനിങ് റൂം. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് പിന്നെ വിൽപ്പനയ്ക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ബാഗ്, ടീഷർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വിക്ടറി ടവറായ കുത്തബ് മിനാറിലെത്തി. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഹിന്ദു രാജ്യത്തെ തോൽപ്പിച്ചല്ലേ മുഗൾ രാജാക്കന്മാർ ഭരണം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് പണിതൊരു ടവറാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ഇറങ്ങി. കുത്തബ് മിനാർ ഫുള്ള് കണ്ട് ഇനി ഇറങ്ങുവാണ്. ഇനി നെക്സ്റ്റ് ലോട്ടസ് ടെമ്പിൾ. അവിടെ അടയ്ക്കും ചിലപ്പോൾ. ചിലപ്പോൾ അടയ്ക്കും. ഡ്രൈവർ പറഞ്ഞായിരുന്നു പെട്ടെന്ന് വരണമെന്ന്. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലോട്ടസ് ടെമ്പിൾ ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഡൽഹി സൈറ്റ് സീയിങ്ങിൻ്റെ വീഡിയോസ്. ഒരുപാട് എടുത്തു. ഞാൻ ഒത്തിരി ലാഗ് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.